വി.എസ്. അച്യുതാനന്ദൻ്റെ സംസ്കാര ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനായിട്ടെത്തി. അതിൽ ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനാണ് വളരെയധികം അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട ചില നിലപാടുകൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണോ? സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഇന്നലത്തെ ഒരു പ്രസ്താവന വി.എസിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത അല്ലെങ്കിൽ വി.എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചതിന് ശേഷം ശോഭ മാധ്യമങ്ങളോട് സംസാരിച്ചത് വളരെ ശ്രദ്ധേയമായി തോന്നി. കാരണം ബി.ജെ.പിയുടെ എല്ലാ നേതാക്കന്മാരും ഇപ്പം ആർ.സി. പോയിട്ടുണ്ട്, കെ. സുരേന്ദ്രൻ പോയിട്ടുണ്ട്, വി. മുരളീധരൻ പോയിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും പോയി, എല്ലാവരും സംസാരിച്ചു. എല്ലാവരും സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വർത്തമാനം ശോഭയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം മാത്രമല്ല ബി.ജെ.പിയിൽ നിന്ന് അവിടെ പോയി കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവ് ശോഭയാണ്. കേരളത്തിൽ ബി.ജെ.പിക്ക് ശോഭാ സുരേന്ദ്രനോടും തലപ്പൊക്കമുള്ള അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവില്ല. ജനപ്രിയ നേതാവ് ശോഭ എവിടെ സംസാരിക്കാൻ പോയാലും ആൾ കൂടും. ബി.ജെ.പിയിലെ ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രൗഡ് പുള്ളർ നേതാക്കന്മാരിൽ ഒരാൾ ശോഭാ സുരേന്ദ്രനാണെന്ന് പറഞ്ഞാൽ ഒരു തർക്കവുമില്ല. ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചാൽ ആൾ കൂടും. ഇറ്റ്സ് എ റിയാലിറ്റി. കാരണം അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ബി.ജെ.പിയിൽ അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ഒക്കെ ഉള്ളത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. സുരേഷ് ഗോപിക്ക് വേറൊരു സ്റ്റാർഡം കൂടിയുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ളൊരു പ്രതിച്ഛായം കൂടിയുണ്ട്. ശോഭാ സുരേന്ദ്രൻ തനി ബി.ജെ.പിക്കാരി തന്നെയാണ്. ബി.ജെ.പിക്കാരല്ലാത്ത എത്ര ആളുകൾക്ക് ശോഭാ സുരേന്ദ്രനോട് ബി.ജെ.പിക്കാരിയോട് തോന്നുന്ന ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശോഭയുടെ ശബ്ദം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്ന CPM-ൽ ഉള്ള വനിതാ നേതാക്കൾക്ക് ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പോൾ ശോഭ ഇന്നലെ കണ്ടിട്ട് പറഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്, ചെങ്കോലവും കിരീടവും ഇല്ലാതെ ജനമനസ്സുകളിൽ രാജാവാകാം എന്ന് തെളിയിച്ച ആളാണ് വി.എസ്. അച്യുതാനന്ദൻ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വി.എസിൻ്റെ 80 വയസ്സുകൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ഏതാണ്ട് 80 വയസ്സിനോട് അടുത്തിട്ടാണ് വി.എസ്. ഒരു ജനകീയനായ വി.എസ്. ആയിട്ട് മാറുന്നത്. അതിനു മുമ്പ് അറുബോറൻ വെട്ടിനിരത്തൽ വി.എസ്. ഒക്കെ ആയിരുന്നു. വി.എസിനെ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ഇഷ്ടമായിരുന്നില്ല. വി.എസ്. ഇങ്ങനെ ഭയങ്കര ഹാർഡ് കോറായിട്ടുള്ള കടുംപിടുത്തക്കാരനായ ദുഷാഠ്യക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്ന വി.എസ്. വളരെ ജനകീയനായിട്ട് മാറിയത് അദ്ദേഹത്തിൻ്റെ 80 വയസ്സിനടുത്ത്. ആ 80 വയസ്സ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയാവുന്ന കേരളത്തിലെ ഏക രാഷ്ട്രീയക്കാരനും വി.എസ്. ആണ്, അല്ലേ? അത്രയും പ്രായത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എല്ലാവരും റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന പ്രായത്തിലാണ് വി.എസ്. വന്നത്. ചിലർ പറയാറുണ്ട് വി.എസിന് ആദ്യം സീറ്റ് കൊടുത്തില്ല, ജനങ്ങളല്ല പാർട്ടിക്കാരിലെ ഒരു വി.എസ്. വിഭാഗം ആളുകളെ തെരുവിലിറക്കി. മീഡിയ കവറേജ് വല്ലാതെ കിട്ടി. മീഡിയ വി.എസിൻ്റെ കൂടെ നിന്നു. അങ്ങനെ വി.എസിന് സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിയിട്ടും പുള്ളിയുടെ തട്ടകമായ ആലപ്പുഴയെ മത്സരിക്കാൻ പറ്റിയില്ല. ഏറ്റവും അവികസിതമായ മലമ്പുഴയിൽ പോയി മത്സരിച്ച് വി.എസിന് ജയിക്കേണ്ടി വന്നു. അങ്ങനെ വി.എസ്. അവിടെ ജയിച്ചു, മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രിയെ ആക്കുവാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എന്നാലും പുള്ളി അവസാനം പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് മുഖ്യമന്ത്രിയായി. അപ്പോഴും ആഭ്യന്തരം കൊടുത്തില്ല. വി.എസ്. വിജിലൻസ് കയ്യിൽ വെച്ചു. അതും വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എനിക്ക് ആഭ്യന്തരം തരുന്നില്ല എങ്കിൽ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നൊരു പ്രസ്താവന നടത്തിയിട്ട് വി.എസ്. വീണ്ടും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വി.എസിന് ആഭ്യന്തരവും കിട്ടിയേനെ. പക്ഷേ അത്തരം ഒരു റിസ്ക് എടുക്കാനൊന്നും വി.എസ്. തയ്യാറായില്ല. പക്ഷേ വി.എസിന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും പുള്ളിക്ക് ഈ പറയുന്ന പോലെ അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ഉണ്ടായിരുന്നു സംശയമാണ്. കസേര ഉണ്ടായിരുന്നു, പക്ഷേ അധികാരം വി.എസിനായിരുന്നില്ല, പാർട്ടിക്കായിരുന്നു. പിണറായി വിജയൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നത്. പേരിന് ഒരു നെയിം സേക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു വി.എസ്. എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. സ്റ്റിയറിംഗ് മുഴുവൻ പാർട്ടിയുടെ വി.എസിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് പൂർണ്ണമായും പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വി.എസ്. പോയില്ല. അതിനുശേഷം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പുള്ളിക്ക് അധികാരമൊന്നുമില്ലായിരുന്നു. അപ്പോഴും വി.എസ്. ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. വി.എസ്. പറയുന്നത് ശോഭ ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. ശോഭ എന്നിട്ട് പറഞ്ഞു, ശോഭ വി.എസ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വി.എസിനെ കാണാൻ ചെന്നു. അദ്ദേഹം ഗസ്റ്റ് ഹൗസിലായിരുന്നു. അപ്പോൾ വി.എസിനെ നേരിട്ട് അത്ര പരിചയമൊന്നുമില്ല. ശോഭാ സുരേന്ദ്രൻ ആ സമയത്ത് ഒരു അപ്കമിങ് ബി.ജെ.പി. നേതാവാണ്. വി.എസ്. മുഖ്യമന്ത്രിയായി അത്ര കേരളത്തിൽ ഇന്ന് ഉള്ള ഇമേജോ സ്വാധീനമോ ജനപിന്തുണയോ ഒന്നും അന്ന് ശോഭയ്ക്കില്ല. അപ്പോൾ ശോഭ കാണുന്ന പാലക്കാട് ശശീന്ദ്രൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഈ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ കാര്യം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തി ആ കേസിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവണം എന്ന് കരുതിയിട്ട് തൃശ്ശൂരുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയായ ജോയി കൈതാരത്തിനെയും കൂട്ടി ആണ് വി.എസിനെ കാണാൻ ശോഭ ചെല്ലുന്നത്. ശോഭ ചെന്നു. വി.എസിൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ വി.എസ്. പറഞ്ഞു,
ഒരു കാര്യം ചെയ്യൂ, ആ വാതിലും കടച്ചേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജോയി കേദാരവും ശോഭയും കൂടെ മുഖ്യമന്ത്രിയുടെ മുന്നിലിരിക്കുന്നു. കാരണം ഇത് കണ്ടിട്ട് നാളെ ഇനി വാതിൽ തുറന്നിട്ട് ഇടയ്ക്കൂടെ ഫോട്ടോ എടുത്ത് BJP നേതാവും മുഖ്യമന്ത്രിയും കൂടി എന്ന് പറഞ്ഞ് വാർത്തയും ചിത്രങ്ങളും വരണ്ടെന്ന് എഴുതിയിട്ടാണ് VS അങ്ങനെ ഒരു മുൻകരുതലെടുത്തത്. എന്നിട്ട് ശോഭയോട് ഇരിക്കാൻ പറഞ്ഞു, അടുത്തിരിക്കാൻ പറഞ്ഞു. വളരെ സാഗൂതം കേട്ടു. അതാണ് പറയുന്നത്. കാരണം വേണമെങ്കിൽ ഒരു BJPക്കാരിയാണ് കാര്യമാണ്, വേണം കാണാതിരിക്കാൻ. അന്ന് ശോഭ ഇത്ര പ്രധാനപ്പെട്ട നേതാവുമല്ല. മുഖ്യമന്ത്രിയായിരുന്ന VS ശോഭാ സുരേന്ദ്രൻ എന്ന് വരുന്ന വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന BJP പ്രവർത്തകയെ കേൾക്കാൻ, അടുത്തു വിളിച്ചിരുത്തി കേൾക്കാൻ, അവർ പറയുന്ന മറ്റാരും അറിയാതെ സ്വകാര്യമായി എന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ എന്ന് കേൾക്കാൻ കൗതുകം കാണിച്ച ഒരു നേതാവാണെന്ന് പറയുന്നു VS. അപ്പോൾ ഒരുപക്ഷെ ഇത് പിണറായി വിജയൻ്റെ അടുത്തോ MV ഗോവിന്ദൻ്റെ അടുത്തോ അല്ലെങ്കിൽ CPM-ലെ LDF-ലെ ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ അടുത്തോ ഇങ്ങനൊരു സ്വാതന്ത്ര്യം ഒരു BJP നേതാവിന് കിട്ടുമോ? ഒരിക്കലും സാധിക്കില്ല. അതാണ് BJP-ക്കാർ VS-നെ എതിർക്കുമ്പോഴും VS-ൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കരുതലുണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. അതാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാം അതിശക്തമായി VS വർഗീയവാദിയാണ്. എങ്ങനെ വർഗീയവാദി? ഹിന്ദു VS വർഗീയവാദിയാണെന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ VS-ൻ്റെ മരണശേഷം ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന്, ഇസ്ലാം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്ത് വർഗീയവാദിയാണ്? ക്രിസ്ത്യൻ വർഗീയവാദിയാണോ VS? അതോ മുസ്ലിം വർഗീയവാദിയാണോ? അതോ ഹിന്ദു വർഗീയവാദിയാണോ? വർഗീയവാദി എന്ന പദം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന VS ഹിന്ദു വർഗീയവാദിയാണ് എന്നാണ്. പക്ഷേ VS ചോദിച്ചിട്ടുണ്ട്, പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ അച്ഛനാണോ എന്ന് VS ചോദിച്ചിട്ടുണ്ട് എന്നൊരു പ്രസംഗമുണ്ട്. ശരിയായിരിക്കാം, VS അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി നേരിടുന്ന സമയത്ത് VS അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പിന്നെ പരുമലയിലെ ആ വിദ്യാർത്ഥികളുടെ കൊലപാതക കേസിൽ VS എടുത്തു. പക്ഷേ അന്ന് VS-നേക്കാൾ VS ആണോ നായനാരാണ്, അത് VS ആണെന്ന തരത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ് നായനാരായിരുന്നു. അസംബ്ലിയിൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്, ഏതോ ഒരു കേരള കോൺഗ്രസിന്റെ മറ്റോ MLA ഇത് ഉന്നയിക്കാൻ സമയത്ത് നിങ്ങൾക്ക് എന്താണ് RS-കാരിയെത്താൻ, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചത് നായനാരാണ്, VS ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നായനാർക്ക്. പക്ഷേ പിന്നീട് എപ്പോഴും അത് VS-ന്റെ തോളിലേക്ക് ആരോ ചാരി കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനകത്തൊരു സംശയമുണ്ട്. ഇല്ല, നായനാരാണ് അത് ചോദിച്ചത്. അത് എൻ്റെ ഓർമ്മ എങ്ങനെയാണ്, അത് നമ്മളുമൊക്കെ ഈ പഠിക്കുന്ന സമയമോ ഒക്കെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. പക്ഷേ VS അല്ല അസംബ്ലിയിൽ ഇങ്ങനെ ഉണ്ടായത് നായനാരുടെ പേരിലാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഏതായാലും VS പിന്നെ ഈ പറഞ്ഞ പോലെ VS ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മനോരമ പിടിച്ചെടുത്ത പന്തല്ലൂർ ക്ഷേത്രം മലബാറിൽ അവിടെ നേരിട്ട് ചെന്നിപ്പോൾ മനോരമ അത് കൊടുത്ത് VS ക്ഷേത്ര ദർശനം നടത്തിയെന്ന് കൊടുത്ത് ഷട്ടൊക്കെ ഊരിട്ടാ കയറിയത്. അല്ലാതെ പിണറായി വിജയൻ ഇരിക്കുന്നതാണോ, അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിക്കും. ഒന്നും പോയില്ല. പുള്ളി അവിടെ എല്ലാ ഭക്തന്മാരും കയറുന്ന പോലെ അമ്പലത്തിൽ ഷർട്ട് ഊരിയിട്ടാണ് കയറിയത്. അവിടുത്തെ ആചാരങ്ങളെ മാനിച്ചു. ശബരിമലയ്ക്ക് പോയി, നടന്ന് തന്നെ കയറിപ്പോയി. അത് നമ്മൾ അതേക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അച്യുതാനന്ദ സ്വാമി 3 വെടി ശബരിമഠത്തിലെത്തിയപ്പോൾ ആചാര വെടിമുഴക്കി സ്വീകരിച്ച കാര്യം. പിന്നെ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ഇപ്പം കർക്കിടവാവാണ് ഇന്ന് അല്ലേ, വാവിൻ്റെ തലേദിവസം ആലുവ ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കുന്ന ഒരു അച്യുതാനന്ദൻ. അങ്ങനെയൊക്കെ അച്യുതാനന്ദൻ്റെ മുഖം ഉണ്ടായിരുന്നു. ആ മുഖം പിന്നെ ഈ പാർട്ടിക്കപ്പുറത്തേക്ക് പാർട്ടി ഉണ്ടാക്കിയ ഒരാൾക്ക് അദ്ദേഹത്തിന് ഉള്ളിൽ കിടക്കുന്ന ഒരു ഭാരതീയമായ സംസ്കാരം പുറത്ത് കാണിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സമുന്നതനായ CPM-ൻ്റെ സ്ഥാപകനായ നേതാവ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുക്കാൻ പോയി. അതിന് VS-നെ പാർട്ടി നടപടിയെടുത്തു. ചൈനക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് നിങ്ങൾ ചോര കൊടുക്കുന്നോ എന്ന് ചോദിച്ചു വടിയെടുത്ത പാർട്ടിയാണ് CPM. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇന്ത്യ രാജ്യത്തോടാണോ CPM-ന് അന്ന്, ഇന്നത്തെ കാര്യം എനിക്കറിയത്തില്ല, അന്ന് കൂറുണ്ടായിരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ VS-ൻ്റെ കൂറ് ഭാരതത്തോടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടു VS-ൻ്റെ ചിത്രത്തിൻ്റെ മൃതദേഹത്തിൻ്റെ ഭാരതത്തിൻ്റെ ദേശീയ പതാക, ത്രിവർണ്ണ പതാക പുതച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തത് VS ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടി രക്തം കൊടുത്തു എന്നതിൻ്റെ പേരിൽ ശിക്ഷിച്ച പാർട്ടിയാണല്ലോ ഇതെന്ന് ഞാൻ ഓർമ്മിക്കുകയുണ്ടായി. ഏതായാലും ശോഭ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് കൊണ്ടാണ് നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞത്. കാരണം ശോഭയ്ക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ പൾസ് നന്നായിട്ടറിയാം, എവിടെ എന്തു പറയണമെന്ന് നന്നായിട്ടറിയാം. ശോഭ കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻ എങ്ങനെ മാറിയിരിക്കുന്നു, എങ്ങനെ ആളുകളെ
കയ്യിലെടുക്കാൻ കഴിയുന്ന തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നു. ഇതൊന്നും ഒരു നാട്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ആലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശോഭ മത്സരിച്ചത്. അപ്പോൾ ആലപ്പുഴയുടെ പൾസ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. വി എസ് എന്താണ് ആലപ്പുഴയിലെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ശോഭ ധാരാളം വോട്ട് പിടിക്കുന്നു. ഇതെല്ലാം കൂടെ മനസ്സിലാക്കുമ്പോൾ അവരുടെ സ്റ്റെപ്പ് കറക്റ്റാണെന്ന് കറക്റ്റാണ്, വളരെ കൃത്യമായ സ്റ്റെപ്പാണ്. അത് ഞാൻ പക്ഷേ പറഞ്ഞില്ല, ഇത് അവിടുത്തെ CPM അനുഭാവികളുടെയോ അനുയായികളുടെയോ കയ്യടി കിട്ടാൻ വേണ്ടി ശോഭ നടത്തിയ ഒരു നാടകമൊന്നുമല്ല. ശോഭ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാണ്. ശോഭയ്ക്ക് വേണമെങ്കിൽ VS ഇത്രയും പ്രൈസ് ചെയ്ത് സംസാരിക്കാതിരിക്കാം. ഏതായാലും ശോഭ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ശോഭ ജയിക്കുമെന്നുള്ള ടെമ്പോ വരെ ഉണ്ടായി അല്ലേ? ശോഭ എവിടെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും BJPയുടെ വിജയ സാധ്യത ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ കായംകുളത്ത് ശോഭയ്ക്ക് സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. കായംകുളം അരിപ്പാടും ഒക്കെ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. അതാണ്. അപ്പോൾ ഏതായാലും VSനോടുള്ള ശോഭയുടെ സ്നേഹനിർഭരമായ സ്നേഹാദരങ്ങൾ സഖാക്കളെ കൂടെ തൃപ്തിപ്പെടുന്നതാണ്. സഖാക്കളുടെ കയ്യടി കിട്ടുന്നതാണ്. ശോഭ കയ്യടിക്ക് വേണ്ടി പറഞ്ഞതല്ല എങ്കിൽ പോലും ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാണ്. ഞാനൊരു ചെല്ലുമ്പോൾ ഒരു മകളെ പോലെ അടുത്ത് വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ച VS മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അന്ന് ഇന്നത്തെ ശോഭാ സുരേന്ദ്രനും അല്ല എന്ന് പറയണം. അപ്പോൾ BJPയിലെ വളർന്നു വരുന്ന ഒരു നേതാവ്, ഒരു വനിതാ നേതാവിനെ മകളെപ്പോലെയുള്ള സ്നേഹത്തോടെ അടുത്തു വിളിച്ചിരുത്തി അവർ പറയുന്നത് കേൾക്കാൻ, അതിൻ്റെ റിസൾട്ട് എനിക്കറിയില്ല. റിസൾട്ട് നമ്മൾ ഒരാളുടെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലായിരിക്കും, എന്നാലും നമ്മളോട് എടുക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, അതിൽ വലിയ തൃപ്തി ഉണ്ടാകും. കാരണം ഈ ശശീന്ദ്രൻ വധക്കേസ് നടക്കുമ്പോൾ പോലീസ് വകുപ്പ് VSനില്ല, എന്നിട്ടും മുഖ്യമന്ത്രി എന്ന നിലയിൽ കേൾക്കാൻ തയ്യാറായി. അതുകൊണ്ട് VSന് ഇടപെടൽ എത്രത്തോളം ഉണ്ടായി എന്ന് ശോഭ പറഞ്ഞില്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ ചെയ്യാവുന്നത് VS ചെയ്തിട്ടുണ്ടാവും. ഏതായാലും ശോഭാ സുരേന്ദ്രന് സഖാക്കൾ ഇന്നലെ മനസ്സിലെങ്കിലും ഒരു കയ്യടി കൊടുത്ത ദിവസമായിരുന്നു. ശോഭ തിരിച്ചറിഞ്ഞ VS കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിലുള്ള VS ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.